സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ഈശോ സുവിശേഷത്തോട് പറയുകയാണ്, 2 പേർ ഒന്നിച്ചു ചേർന്ന് എന്നോട് ചോദിക്കുന്നതെല്ലാം സാധിച്ചു തരും. ഒരേ കാര്യമായിരിക്കണം ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്ന ആരായിരിക്കും ഉള്ളത്? ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവാഹം എന്ന കുദാശയിലൂടെ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ശരിയാകുന്നുണ്ട്. എന്നാൽ അതിലും ദൈവസന്നിധിയിൽ ഉയരാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ്. അതാണ് റോമർ ലേഖനം 8-ാം അധ്യായം 26 മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 28-ാം വചനം നമുക്ക് കാണാപ്പാടമാണ്, എങ്കിൽ 26 മുതൽ വായിക്കണം. ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധരാരാ? നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ദൈവഹിതമനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനും ദൈവഹിതമനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എന്നിലുള്ള എൻ്റെ പരിശുദ്ധാത്മാവും ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവും അത് തന്നെയാണ് പ്രാർത്ഥിക്കുക. അപ്പോഴത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.